കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരി വിവാദത്തിൽ ദുരൂഹത നീക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇടവക വികാരി ഉൾപ്പെടെയുള്ളവർ. കല്ലറയ്ക്കുള്ളിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ട വസ്തു പുറത്തെടുത്ത് പരിശോധിക്കണമെന്നാണ് ആവശ്യം. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കല്ലറ തുറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസും. നിഖിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേർന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ്. വലിയ ആശങ്കയും അതേപോലെ തന്നെ എന്താ നടന്നതെന്നുള്ള കാര്യം അറിയാനുള്ളൊരു ആകാംക്ഷയും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പള്ളി സമ്മർദ്ദം ശക്തമാക്കുന്നു. പോലീസ് നടപടി എങ്ങനെയായിരിക്കും? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ പറഞ്ഞതുപോലെ ഈ ആശങ്കയും ഇതിലെന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമെന്നറിയാനുള്ള ആ ഒരു ആകാംക്ഷയും ഒക്കെ തന്നെയാണ് ഈ സംഭവത്തെ ഇത്രത്തോളം പ്രധാനപ്പെട്ടതാക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് 2006-ലും 2015-ലും ഈ 38 എന്ന് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കല്ലറയിൽ അടക്കിയ മൃതദേഹങ്ങളുടെ അതിലേതെങ്കിലും ഒന്നിൻ്റെ അവശിഷ്ടമാണ് അവിടെ ഉള്ളത്, അല്ലാതെ അതിൽ ദുരൂഹതയില്ല എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പള്ളി ഭാരവാഹികൾ, വികാരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ശക്തമായി ആ ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. പോലീസ് ഏതായാലും ഇപ്പോൾ എടുക്കുന്ന നിലപാട്, പള്ളി പുതിയ പരാതി നൽകുകയാണെങ്കിൽ അതനുസരിച്ച് എഫ്ഐആർ ഇട്ട് ആ എഫ്ഐആർ പ്രകാരം മറ്റ് നടപടികളിലേക്ക് പോകാമെന്നുള്ളതാണ്. ഏതായാലും കരിക്കോട്ടക്കരി പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. പോലീസിൻ്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം നിർദ്ദേശം അനുസരിച്ച് മാത്രം കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്വാഭാവികമായും അടുത്ത ഘട്ടം പള്ളി പരാതി നൽകുക എന്നുള്ളതാണ്. ആ പരാതി ലഭിച്ചാലായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക. പക്ഷേ ഇതിൽ ഇപ്പോഴുമുള്ള ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഈ പായയിൽ പൊതിഞ്ഞ് മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്ന ഒരു രീതിയില്ല. അങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്തതായി ഇതുവരെയും ആരും പറഞ്ഞിട്ടുമില്ല. എങ്കിൽ പിന്നെ ഈ മൃതദേഹം ആ കല്ലറയിലേക്ക് എവിടെ നിന്ന് വന്നു എന്ന കാര്യമാണ്. അതിലാണ് ഏറ്റവും ആദ്യം വ്യക്തത വരേണ്ടത് എന്ന് പറയുന്നു. മാത്രമല്ല, ഇത്രയും ദിവസമായി 13-ാം തീയതിയാണ് ഇത് കാണുന്നത്. ഇന്ന് ഈ സമയം വരെയും അത് പുറത്തെടുക്കുകയോ അതിലൊരു സ്ഥിരീകരണം, അത് മൃതദേഹമാണോ എന്ന കാര്യത്തിൽ പോലും സംശയം പറയുമ്പോൾ അതിലൊരു സ്ഥിരീകരണം വരുത്താനോ തയ്യാറായിട്ടില്ല എന്ന കാര്യമാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രധാനപ്പെട്ടതായി ഒന്ന് പറയുന്നത്. മാത്രമല്ല, ഈ പള്ളി രജിസ്റ്ററിലെ നമ്പറുകൾ മാറി, അല്ലെങ്കിൽ കല്ലറകൾക്ക് രണ്ടാമത് നമ്പർ നൽകിയപ്പോൾ അന്ന് 23 ആയിരുന്ന കല്ലറ ഇപ്പോൾ 38-ാം നമ്പറായി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകില്ല തുടങ്ങിയ കാര്യങ്ങളിലാണ് മറ്റൊരു സംശയം നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ വാർഷിക വേളകളിലും മറ്റും ഇത്തരത്തിൽ പ്രാർത്ഥിക്കാൻ ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നമ്പർ മാറ്റമുള്ളപ്പോൾ അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതിലൊരു വ്യക്തത വരേണ്ടത് ആവശ്യമായി തുടരുകയാണ് ഇപ്പോഴും.